بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1462 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളുടെ 2-ാം ദിവസ പഠനമാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളുടെ പ്രാഥമികമായ സാരവും ഈ ആയത്തുകൾ അവതരിക്കുന്നതിന്റെ പശ്ചാത്തലമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. ഈ ആയത്തുകളുടെ വിശദീകരണ വ്യാഖ്യാന സംബന്ധമായ ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുള്ളത് കൊണ്ടാണ് രണ്ടാമതൊരു ദിവസം കൂടി ഇതിനു വേണ്ടി ഈ ആയത്തുകൾക്കായിട്ട് നമ്മൾ നീക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അള്ളാഹു വളരെ മഹത്തരമായ ഒരു സംഗതിക്ക് തുടക്കമിടുകയാണ് ഇവിടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെയേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന, അതുപോലെ വ്യക്തിഹത്യക്ക് ആവർത്തിച്ച് വിധേയമായി കൊണ്ടിരുന്ന, ആക്ഷേപങ്ങൾ ധാരാളമായിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടതുണ്ടെങ്കിലും അയാളുടെ വ്യക്തിത്വവും പ്രഭാവവും അയാളുടെ ആദരണീയതയും ഒക്കെ തന്നെ അള്ളാഹു അയാൾക്ക് നൽകുന്ന, ആ വ്യക്തിക്ക് നൽകുന്ന പരിഗണനയും ആദരണീയതയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് പ്രയോഗത്തിൽ വരുന്നത്. എത്ര തന്നെ ഇസ്ലാം വിരോധികളുടെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുവെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെയേറെ ധാരാളം അനുയായികൾ അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന് സ്വലാത്തും സലാമും ആശംസിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് ചരിത്രത്തിലുടനീളം നിലനിന്നിട്ടുണ്ട്. ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഘട്ടത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന് സ്വലാത്തും സലാമും ആശംസിച്ചുകൊണ്ടിരിക്കാൻ നൽകിയിട്ടുള്ള ഈ നിർദ്ദേശം
അത് അക്ഷരം പ്രതി ഏറ്റുവാങ്ങപ്പെടുകയും തലമുറ തലമുറ കൈമാറിക്കൊണ്ട് തന്നെ അത് നിലനിന്ന് പോരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ 3 തലത്തിലാണ് ഈ സ്വലാത്തിന്റെ കാര്യം ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്തും സലാമും ആശംസിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. രണ്ടാമത്തത് മാലാഖമാരാണ്. മൂന്നാമത്തത് വിശ്വാസികളോടാണ് ആ വിധത്തിൽ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഇവിടെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ 3 വിഭാഗം നടത്തുന്ന സലാത്തും സലാമും ആശംസകൾ ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഈ പ്രയോഗങ്ങൾക്ക് തന്നെ വ്യത്യസ്തമായ അർത്ഥ സൂചനകളാണുള്ളത് എന്നത് കാണാൻ കഴിയും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിനോടായുള്ള പ്രാർത്ഥനയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ആശംസയൊക്കെയാണത്. അള്ളാഹുവിന്റെ പ്രവാചകന് സലാത്തും സലാമും കൊണ്ട് അനുഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തില് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം എന്ന് നടത്തുന്ന നമ്മളുടെ ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഈ ആശംസാ വാചകം അല്ലെങ്കിൽ ഈ പ്രാർത്ഥനാ വാചകം. ഇതിന്റെ വിവിധ രൂപങ്ങളില് അത് പ്രയോഗത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യത്യസ്തമായ വാക്കുകളിൽ വ്യത്യസ്തമായ പദഘടനകളിൽ ഈ സ്വലാത്ത് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ആശയം എല്ലായ്പ്പോഴും ഒന്ന് തന്നെയാണ്. വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവ കോർത്തിണക്കുന്ന വാചക ഘടന വ്യത്യസ്തമാക്കിക്കൊണ്ടോ ഒക്കെ പല വിധത്തില് പറയാമെങ്കിലും അതിന്റെ മൊത്തം ആശയം ഒന്ന് തന്നെയാണ്. അത് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ തുടക്കം. ഇനി വ്യത്യസ്തമായ പദഘടനകളിൽ ആണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന രീതിയിലാണെങ്കിലും അതിന്റെയും സ്വഭാവം ഒരു പ്രാർത്ഥനയുടേതാണ്. ആശംസ എന്ന രീതിയിലും അത് കാണാവുന്നതാണ്. പക്ഷെ ആശംസയേക്കാളേറെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പ്രാർത്ഥനയുടെ സ്വഭാവമാണുള്ളത്. അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വലാത്തും സലാമും അദ്ദേഹത്തിന്റെ മേൽ വർഷിക്കണം എന്നാണ് നമ്മൾ അവിടെ ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് ആവശ്യപ്പെടുന്നതും ആശംസിക്കുന്നതും ഒക്കെ തന്നെ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളവും അത് ആശംസയും പ്രാർത്ഥനയുമാണ്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിർവഹണമാണ്. അള്ളാഹു ആരോടെങ്കിലും പ്രാർത്ഥിക്കാനില്ല. എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോടാണ് നിർവഹിക്കപ്പെടേണ്ടത്. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ സ്വലാത്തിന്റെ നിർവഹണം നടത്തുന്നു എന്നാണ് അത് നൽകുന്ന സൂചന. നമ്മൾ സ്വലാത്തും സലാമും അദ്ദേഹത്തിന്റെ മേൽ വർഷിക്കണേ എന്ന് പറയുമ്പോൾ എന്താണോ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അനുഗ്രഹങ്ങള് അള്ളാഹു അവന്റെ പ്രവാചകന്റെ മേൽ ചൊരിയുന്നു എന്നാണ്. ആ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹു വർഷിക്കുന്നു എന്നാണ് ആ പറയുന്നതിന്റെ സൂചന. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഇവിടെ ഒരേ ഘടനയിൽ 2 സബ്ജക്ട്സ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അള്ളാഹു ആണ് ഒന്ന്, മറ്റൊന്ന് അവന്റെ മാലാഖമാരും മലക്കുകളുമാണ്. എന്നിട്ട് ഒരേ ക്രിയ ആണ് രണ്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ളത്. യുസല്ലൂന അലൻ നബി എന്നാണ് പറയുന്നത്. അള്ളാഹു പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചെയ്യുന്നു, മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു. അപ്പൊ ഒരേ അർത്ഥത്തിലല്ല. വിശുദ്ധ ഖുർആനിൽ തന്നെ വിവിധ അർത്ഥ സൂചനകളോടുകൂടി ഈ പദം പലയിടങ്ങളിലായിട്ട്
പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് തൽക്കാലം കിടക്കുന്നില്ല. എന്തായാലും സ്വലാത്ത് എന്ന ആ പ്രയോഗം അതിന്റെ ക്രിയാരൂപമായാലും നാമരൂപമായാലും അതാരാണോ നിർവഹിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്നതാണ് പ്രാഥമികമായിട്ട് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. അള്ളാഹു ഇനി ആരോടും പ്രാർത്ഥിക്കാനില്ല. പ്രാർത്ഥനകളൊക്കെയും അള്ളാഹുവിലേക്കാണ് എത്തേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു തന്റെ പ്രവാചകനെ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്റെ പ്രവാചകനെ ആശംസിക്കുന്നു, കാത്തു സംരക്ഷിക്കുന്നു എന്നൊക്കെയാണ്. അള്ളാഹു തന്റെ പ്രവാചകന്റെ മേൽ കരുണ ചൊരിയുന്നു, അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നു, അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥസൂചന. ഇതേ അർത്ഥത്തിലെല്ലാം മലക്കുകളോ അല്ലെങ്കിൽ വിശ്വാസികളോ സ്വലാത്ത് ചെയ്യുമ്പോൾ അതിന്റെ സൂചന ഉണ്ടാവുക. അപ്പോ ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അവന്റെ മാലാഖമാരും തന്റെ പ്രവാചകന് നബിയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വലാത്ത് വർഷിക്കുന്നു, സ്വലാത്ത് ആശംസിക്കുന്നു എന്നൊക്കെ പറയാം. ഇത് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ അതിനൊരു അർത്ഥതലം, മലക്കുകളുടേത് മറ്റൊന്നാണ്, ആശംസയും പ്രാർത്ഥനയും ഒക്കെയാണ്. എന്നിട്ട് ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അള്ളാഹു വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, വിശ്വാസികളെ നിങ്ങളും ഈ കാര്യത്തില് പങ്കാളികളാവണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അധിക്ഷേപിക്കപ്പെടുന്നു, ആക്ഷേപങ്ങൾക്ക് വിധേയനാകുന്നു, അദ്ദേഹത്തെ പലരും ഉദ്ദേശപൂർവം വ്യക്തിഹത്യ ചെയ്യുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരു നിലപാട് ഇതാണ്: പ്രവാചകന് സ്വലാത്തും സലാമും ആശംസിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിക സമൂഹത്തില് വളരെയേറെ വേരോട്ടം നേടിയിട്ടുള്ള ഒരു സാംസ്കാരികമായ ഒരു രീതിയായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ശീലമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റക്കുറവുകള് പല വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഉണ്ടാകാം, പക്ഷെ അതിന്റെ അടിസ്ഥാന ആശയം എല്ലാവരും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഇതിന്റെ ഈ പദതലത്തിൽ അതിനെ കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്ന ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലാനായിട്ട് അങ്ങനെ ഇരിക്കുന്നതും ഒത്തുകൂടി ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, സന്ദർഭത്തിന്റെ ഔചിത്യം മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെടുമ്പോഴൊക്കെയും തന്നെ സ്വലാത്ത് ചൊല്ലുക എന്നത്, അതല്ലെങ്കിൽ ഏത് ഔപചാരികമായ പ്രാർത്ഥനകളുടെയോ പ്രഭാഷണത്തിന്റെയോ ഒക്കെ തുടക്കത്തില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്നത് എല്ലാവരും തന്നെ പിന്തുടരുന്ന ഒരു ഇസ്ലാമിന്റെ സാംസ്കാരികമായ ഒരു എലമെന്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ വിവിധ രൂപങ്ങള് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ അതിന്റെ ചില വിശദാംശങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ ഇവിടെ അള്ളാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ആശംസിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അള്ളാഹുയുടെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലം ഞാൻ രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹുവിന്റെ പ്രവാചകനെ പലരും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹു അവർക്ക് ഈ ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അവരുടെ മേൽ ശാപമാണ് വിധിച്ചിട്ടുള്ളത്. ലഅനഹുമുല്ല, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഈ ദുനിയാവിലും ഇനി വരാനുള്ള പാരത്രിക ലോകത്തും അവര് അള്ളാഹുവിന്റെ ശാപമാണ് ഏറ്റുവാങ്ങാനിരിക്കുന്നത്. മാത്രമല്ല അവർക്ക് വളരെ അപമാനകരമായ ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും ഈ ശാപകോപങ്ങൾക്ക് പുറമെ. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്.
അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നതിൽ ഒന്ന് അള്ളാഹുവിനെ ദ്രോഹിക്കുക എന്നതും അള്ളാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുക എന്നതുമാണ് ഈ രണ്ട് കാര്യങ്ങൾ. അള്ളാഹുവിനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അള്ളാഹുവിനെ ദ്രോഹിക്കാൻ സാധിക്കുമോ എന്നൊരാലോചന ന്യായമായിട്ടും ഉണ്ടാകും. യഥാർത്ഥത്തിൽ അത് ഈ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവും മാലാഖമാരും സലാത്ത് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വ്യത്യസ്തമായ അർത്ഥം ആണ് ഈ ദ്രോഹിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ധിക്കരിക്കുകയും അവനോട് അനുസരണക്കേട് കാണിക്കുകയും അവനെ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നവർ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും അനുസരണക്കേട് കാണിക്കുന്നവരും ഒക്കെ ആയിട്ട് പെരുമാറുന്നുണ്ടാവും. അത് അള്ളാഹുവിനെ ദ്രോഹിക്കലാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുക എന്ന, അല്ലെങ്കിൽ അവന്റെ പ്രപഞ്ചനാഥൻ, സ്രഷ്ടാവ്, ദൈവം എന്നൊക്കെയുള്ള തലത്തില് ഒരേ ഒരു ശക്തിയാണ് അവൻ എന്ന കാര്യം അംഗീകരിക്കാതിരിക്കുക, അതിനെ നിഷേധിക്കുക, അതിൽ വേറെ ചിലർക്കൊക്കെയും പങ്കാളിത്തമുണ്ട് എന്ന വിധത്തില് അതിനെ കാണുക, ഇതൊക്കെ തന്നെ അള്ളാഹുവിനോടുള്ള ദ്രോഹമാണ് എന്നത് വിശുദ്ധ ഖുർആന്റെ ആശയം ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. പ്രവാചകനെ ദ്രോഹിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ദൂതനായിട്ട് മനുഷ്യരുടെ ഇടയിൽ പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കലും അദ്ദേഹത്തിനോട് പല വിധത്തിലുള്ള അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കലും ഒക്കെയാണ്. അതിന്റെ പല എക്സ്ട്രീംസും ഉണ്ടാവും. പല ഡിഗ്രിയിലായിരിക്കും പ്രവാചകനെ ദ്രോഹിക്കുക എന്ന കാര്യം ആളുകൾ ചെയ്യുന്നുണ്ടാവുക. മക്കയില് ആ ഘട്ടത്തിൽ വിശേഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇത് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ മദീനയില് അഹ്സാബ് യുദ്ധത്തിനെ തുടർന്നുള്ള ഘട്ടത്തിലാണല്ലോ ഈ സൂറത്തിന്റെ അവതരണം. അപ്പോ ആ ഘട്ടത്തിൽ പോലും മക്കയിലെ കാലത്തുനിന്ന് വ്യത്യസ്തമായിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല വിധത്തിലുള്ള ദ്രോഹങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വിശ്വാസപരമായ പല വൈകല്യങ്ങളും ഉണ്ടായിരുന്ന, കാപട്യത്തോളം അത് എത്തിയിരുന്ന തരം ആളുകള്, ശ്രദ്ധേയമായൊരു എണ്ണം ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയേറെ പ്രയാസപ്പെടുത്തിയിരുന്നു. അതുപോലെ മുശ്രിക്കുകളായ ശത്രുക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയേറെ ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അതുപോലെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളും അള്ളാഹുവിന്റെ പ്രവാചകനെ പല വിധത്തിലും ദ്രോഹിച്ചുകൊണ്ടിരുന്നതാണ്. ഈ സംഗതികളൊക്കെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന് പരാമർശിക്കുന്നത്. അവരെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുകയുണ്ടായത്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, ഈ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അവർ അള്ളാഹുവിന്റെ ശാപം ഏറ്റുവാങ്ങുന്നവരാണ് എന്നത്. അതിനെ തുടർന്നാണ് വിശ്വാസികളുടെ കാര്യത്തിലേക്ക് അള്ളാഹു തിരിയുന്നത്. വിശ്വാസികളെയും വിശ്വാസിനികളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ, പല ദ്രോഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതും ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് പിഴവോ കുറ്റകരമായ വല്ലതും ഉണ്ടാവുകയോ ഒന്നും ചെയ്യാതെ തന്നെ അവർക്ക് ദ്രോഹമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ അവർ വലിയ വ്യാജമാണ്, നുണയാണ് സ്വയം ചുമലിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായത്. അതിവിടെ ഈ 3 ആയത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതില് സ്വലാത്ത് സംബന്ധമായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചന അള്ളാഹു പ്രവാചകനോട് അളവറ്റ സ്നേഹം, അതുപോലെ കാരുണ്യം, അനുഗ്രഹം ഒക്കെ
അദ്ദേഹത്തിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സ്വലാത്ത് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയാണ് മലക്കുകളും വിശ്വാസികളും ചെയ്യുന്നതെങ്കിൽ അതിന്റെ നിർവഹണമാണ്, അത് നടപ്പിലാക്കലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിന്റെ സൂചന. അതുപോലെ മലക്കുകള് സ്വലാത്ത് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം മലക്കുകള് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രകീർത്തിക്കുന്നു, അദ്ദേഹത്തിന്റെ പദവി വളരെ സമുന്നതമാകാൻ വേണ്ടി, അതുപോലെ അദ്ദേഹത്തിന്റെ ദൗത്യം പൂർണ്ണ വിജയം ആകാൻ വേണ്ടി ആശംസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു. ദൈവിക വ്യവസ്ഥ ഭൂമുഖത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ പ്രയത്നം പൂർണ്ണ വിജയമാകുന്നതിന് വേണ്ടി അവർ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവര് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നതാണ് അത് നൽകുന്ന സൂചന. അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന അവര് നിരന്തരം നടത്തുന്നു എന്നതാണ്. ഇതിന്റെ ഒരു ഇമ്പാക്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്കും ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒക്കെ വിശ്വാസികളുടെ മനസ്സിൽ വളരെ ഒരു ഹൈ എസ്റ്റീം കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്നതാണ് അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു ഫലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇകഴ്ത്തി കാണുന്ന അല്ലെങ്കിൽ നിസ്സാരനാക്കി കാണുന്ന, അദ്ദേഹത്തിനോട് ബഹുമാനാദരവുകള് ഒരു അല്പമെങ്കിലും കുറഞ്ഞു പോയ വിധത്തില് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ ഈ സ്വലാത്തിന്റെ കാര്യമായിട്ട് അതിന്റെ ഫലമായിട്ട് വിശ്വാസികൾക്ക് ഉണ്ടാവാതിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു അത് നൽകുന്ന ഒരു സുരക്ഷിതത്വം. വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനുമായിട്ടുള്ള ബന്ധമാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത്. അത് ഏറ്റവും ഊഷ്മളമാക്കി നിലനിർത്തുക എന്നത് ഓരോ വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനുമായുള്ള ബന്ധം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും അദ്ദേഹം ഭൂമുഖത്ത് നിന്ന് അദ്ദേഹത്തെ അള്ളാഹു തിരിച്ചു വിളിച്ചതിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ബന്ധം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിലനിർത്തി പോരാനുള്ള ഏറ്റവും ഗംഭീരമായ ഒരു സംവിധാനമാണ് ഈ സ്വലാത്ത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിധത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെയേറെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടത്തിൽ അതിനെ മറികടക്കാൻ അള്ളാഹു വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രായോഗികമായ ഒരു രീതിയാണ്. അധിക്ഷേപങ്ങൾ ഇനിയും അള്ളാഹുവിന്റെ പ്രവാചകൻ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പിന്നീട് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവാനിടയുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വാസമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്തും സലാമും ആശംസിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് അവയെ മറികടക്കാനുള്ള വളരെ ഫലപ്രദമായ ഒരു ഹിക്മത്ത് എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അദ്ദേഹം കാരണമായി സന്മാർഗ ലബ്ധി ഉണ്ടായിട്ടുള്ള ആളുകളാണല്ലോ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഭംഗിയായ വിധത്തില് ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കി എന്നതിന്റെ പേരിൽ തങ്ങൾക്കൊക്കെയും തന്നെ ജീവിതത്തിന് ആവശ്യമായ വെളിച്ചം പകർന്നു നൽകി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് വിശ്വാസികൾ കടപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആ കടപ്പാട്, ആ ഇൻഡെപ്റ്റഡ്നെസ് നിരന്തരമായിട്ട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്തും സലാമും ആശംസിക്കുക എന്നത്. ഇവിടെ രണ്ട് എലമെന്റ്സ് ആണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് സ്വലാത്താണ്, മറ്റത് സലാമാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വലാത്ത് എന്ന പദത്തിന് സ്നേഹത്തോടെ തിരിയുക, ആദരവ് കാണിക്കുക, അതുപോലെ ആശംസിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്.
അതുപോലെ മറ്റൊരർത്ഥം പ്രശംസിക്കുക, പ്രാർത്ഥിക്കുക എന്നതൊക്കെയാണ്. ഈ അർത്ഥതലങ്ങളിലൊക്കെ ഖുർആൻ പലയിടങ്ങളിലായിട്ട് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അർത്ഥസൂചന ഞാൻ പറഞ്ഞു. ഈ പ്രാർത്ഥനകളുടെ ഫലം നിർവഹണത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകനെ എല്ലാ നിലക്കും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നത് ഞാൻ സൂചിപ്പിച്ചു. ഇതിലെ രണ്ടാമത്തെ എലമെന്റ് സലാം എന്ന കാര്യം. അതിന്റെ ഒരർത്ഥം അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അതുപോലെ ന്യൂനതകളിൽ നിന്നും വൈകല്യങ്ങളിൽ നിന്നൊക്കെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. മറ്റൊരർത്ഥം അദ്ദേഹത്തിന് ശാന്തി സമാധാനങ്ങൾ നൽകുക എന്നതാണ്. സലാം എന്ന പദത്തിന്റെ ഒരു അടിസ്ഥാനപരമായ അർത്ഥതാണല്ലോ. നമ്മൾ സലാം പരസ്പരം ആശംസിക്കുന്ന ഒരു വാക്കാണല്ലോ സലാം എന്നത്. അപ്പം ശാന്തിയും സമാധാനവും നേരുക എന്നതാണ് അതിന്റെ മറ്റൊരർത്ഥം. ഇത് രണ്ടും പരസ്പരം ബന്ധമുള്ളത് തന്നെയാണ്. ശാന്തിയും സമാധാനവും സുരക്ഷിതത്വം നൽകുന്നു, അല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ള ഒരവസ്ഥ ഉണ്ടാവുക എന്നതാണ് ഈ ശാന്തിയും സമാധാനവും ആശംസിക്കുക എന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നതാണ് സലാം ആശംസിക്കുന്നവരുടെ മനസ്സിൽ അവർ കാണുന്ന സംഗതി എന്നതും വ്യക്തമാണ്. അപ്പോ സലാം പറയുന്ന രീതി നമുക്കൊക്കെ പരിചയമുള്ളതാണ്. സഹാബിമാരിൽ ഒരിക്കല് ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആദ്യഘട്ടത്തില് ചോദിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയാം, പക്ഷെ സ്വലാത്ത് എങ്ങനെയാണ് എന്നത് അറിയില്ല, അത് പഠിപ്പിച്ചു തരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആവശ്യപ്പെട്ടത്. അങ്ങനെ വിവിധ വാചക ഘടനയിലായിട്ട് സ്വലാത്തിന്റെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പൂർണ്ണതയുള്ള രൂപം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ അലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന വാചകങ്ങൾ ഉണ്ടല്ലോ നമസ്കാരത്തിൽ ചൊല്ലുന്ന. അതാണ് അതിന്റെ ഏറ്റവും പൂർണ്ണതയുള്ള രൂപം. ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന സലാത്തിന്റെയും സലാമിന്റെയും ബറക്കാത്തുകളുടെയും ഒക്കെ വിധത്തില്, തികവാർന്ന വിധത്തിലുള്ള സലാത്തും സലാമും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശംസിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്വലാത്ത് നിർവഹണത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇതിലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനവും പദവിയും വളരെ മഹത്തരമായതാണ്. യഹൂദരുടെയും ക്രൈസ്തവരുടെയും സമൂഹങ്ങളില് വലിയ ദീർഘകാലം നീണ്ടുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ദൗത്യ നിർവഹണത്തിന്റെ അതിന്റെ പൂർത്തീകരണം തന്നെ ആയിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കുന്നത്. അപ്പൊ ചരിത്രത്തിലെ ഏറ്റവും ഏറെ സ്വാധീനമുണ്ടാക്കിയ, ഏറ്റവും ഏറെ മഹത്തരമായ ദൗത്യം നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഉള്ള ചരിത്രഘട്ടങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ അതിനോട് തുലനം ചെയ്തുകൊണ്ടാണ് ആ വിധത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അനുഗ്രഹങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നതിൽ അതിന്റെ മഹത്വവും വ്യാപ്തിയും ഒക്കെ ആണ് സൂചിപ്പിക്കുന്നത് എന്നത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇതില് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് വഅലാ ആലിഹി, അവിടെ ആല് പ്രത്യേകം പറയുന്നുണ്ടല്ലോ. കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആൽ, വിശുദ്ധ ഖുർആനിലും ഈ പദം പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. വഅലാ ആലിഹി വ അസ്ഹാബിഹി എന്നൊക്കെ ചേർത്ത് പറയുന്ന ഒരു രീതിയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾ തനിക്ക് വേണ്ടി മാത്രമായിട്ട്
പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ആലും അസ്ഹാബും ഒക്കെ ചേർത്ത് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു സൂചന ഈ ആല് എന്ന പദത്തില് വിശുദ്ധ ഖുർആനിൽ ആ പദം ഉപയോഗിച്ച രീതിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പൊ ആല് ഫിറഔൻ എന്നുള്ള പ്രയോഗം ഖുർആനിലുണ്ട്, അതുപോലെ ആല് ഇമ്രാൻ ഉണ്ട്. ഇത് കേവലം കുടുംബത്തില് പരിമിതമായിട്ടുള്ള ഒരു രീതിയല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഫിറൗനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ആളുകളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആല് ഫിറൗൻ എന്ന് പറയാറുള്ളത്. ഇവിടെ ഈ പ്രയോഗത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ ആ ഘട്ടത്തിലെ അസ്ഹാബ്, അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിത സരണി പിന്തുടർന്ന മുഴുവൻ വിശ്വാസികളും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ്, ഒരു അർത്ഥസൂചനയാണ് ഈ ആൽ എന്ന പദത്തിന്, ഈ സ്വലാത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ പദത്തിന് ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സരണി പിൻപറ്റിയ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് കാണാൻ സാധിക്കും. വേറെ ചില വിശദാംശങ്ങൾ, ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വലാത്ത് ചൊല്ലുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമസ്കാരത്തില് സ്വലാത്ത് നിർവഹിക്കൽ, സ്വലാത്ത് ചൊല്ലല്, അതിന്റെ തഹിയാത്തിന്റെ തുടർന്നുള്ള ഭാഗത്ത് അനിവാര്യമായ ഒരു സംഗതിയാണ്. പക്ഷെ അത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് അത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നതാണ് ഏറ്റവും ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഒരു ഹദീസ് വ്യക്തമാക്കുന്നത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുവോളം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഒരു സ്വലാത്ത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശംസിക്കുമ്പോൾ 10 പ്രാർത്ഥനകള് അയാൾക്ക് മലക്കുകളുടെ ഭാഗത്തുനിന്ന് അതിന് ഉള്ള പ്രതികരണമായിട്ടുണ്ടാകും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഒരു ഹദീസിൽ. മറ്റൊന്നില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന്ത്യനാളിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ളവർ എനിക്ക് ഏറെ സ്വലാത്ത് ആശംസിച്ചിട്ടുള്ളവരാണ് എന്നാണ് മറ്റൊരു ഹദീസ് വ്യക്തമാക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നത് അത് അങ്ങേയറ്റത്തെ പിശുക്കാണ്, ലുബ്ധാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഹദീസും കാണാൻ കഴിയും. അതുപോലെ ഈ സ്വലാത്ത് എന്നത് അനുഗ്രഹം ചൊരിയുക എന്ന അർത്ഥത്തില്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കുക എന്ന അർത്ഥത്തില് പൊതുവായിട്ട് പലയിടങ്ങളിലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ പദം ഉപയോഗിച്ച് കാണാം. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ എന്ന് സൂറത്തുൽ ബഖറയിലെ 157 ആയത്തിൽ കാണാം. അവരുടെ മേൽ അവരുടെ നാഥന്റെ പക്കൽ നിന്നുള്ള കാരുണ്യവും അനുഗ്രഹങ്ങളും അവരുടെ മേല് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് ഇതേ പദം ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. അതുപോലെ സൂറത്തു തൗബയില് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വ തുസക്കീഹിം ബിഹ സല്ലി അലൈഹിം എന്ന് പറയുന്ന കാണാം. അത് 103 ആയത്തിൽ സൂറത്തു തൗബയില് അവർക്ക് വേണ്ടി നീ സ്വലാത്ത് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുക. വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിലാണ്. അപ്പോ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അല്ലാഹുമ്മ സ്വല്ലി അലാ ആലി അബി ഔഫ എന്നൊക്കെ പോലെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ച് കാണാൻ പറ്റും. അള്ളാഹു ഇന്ന ആളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന അർത്ഥത്തിൽ. അപ്പൊ ഇവിടെയൊക്കെ തന്നെ പൊതുവായിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനയുടെ ഒരു രൂപമായിട്ട്
സ്വലാത്ത് എന്ന പ്രയോഗം ഒക്കെ നമുക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായിട്ട് സ്വലാത്ത് എന്നത് അന്ത്യപ്രവാചകനുള്ള ആശംസയും പ്രാർത്ഥനയുമായിട്ടാണ് ഇസ്ലാമിക ലോകം അംഗീകരിച്ചിട്ടുള്ളത്. പൂർവിക പ്രവാചകന്മാരുടെ പേരിൽ നമ്മളിപ്പോ മൂസ അലൈഹിസ്സലാം എന്നാണ് പറയാറുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അന്ത്യപ്രവാചകനെ പരാമർശിക്കുമ്പോൾ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സാങ്കേതികമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് നമ്മൾ നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു വളരെ വർദ്ധിതമായ ഒരു ആദരവും ബഹുമാനവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത് എന്നത് കാണാൻ കഴിയും. ഒരിക്കല് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭരണകാലത്ത് ഖതീബുമാര് എല്ലാവരെയും പരാമർശിച്ചുകൊണ്ട് ഈ സ്വലാത്തിന്റെ പദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതി അവലംബിച്ചപ്പോ അത് വിലക്കിക്കൊണ്ട് അദ്ദേഹം അവരെ അറിയിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകന്റെ പേരിൽ അദ്ദേഹത്തിനുള്ള ആശംസയും പ്രാർത്ഥനയുമായിട്ട് ആ പ്രയോഗം ഉപയോഗപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലക്കാണ് അവര് ആ ഘട്ടത്തിൽ നിർദ്ദേശിക്കപ്പെടുകയുണ്ടായത്. പണ്ഡിത ലോകം പൊതുവെ അള്ളാഹുവിന്റെ പ്രവാചകനെ ഈ അന്ത്യപ്രവാചകനെ ആശംസിക്കാനും അദ്ദേഹത്തിനുള്ള പ്രാർത്ഥനയായിട്ടും ഒക്കെയാണ് ഈ പദം സാങ്കേതികമായിട്ട് ഉപയോഗിക്കുന്നത് എന്നത് കാണാൻ കഴിയും. ഈ വിശ്വാസികളുടെ മേൽ വിശ്വാസികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കി ഇന്നും നിലയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തുകളുടെ അവസാനത്തില് അവരെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാല് എന്താണ് എന്നൊരു വിഷയം അടങ്ങിയിട്ടുണ്ട്. സത്യവിശ്വാസികളെ അകാരണമായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവോ കുറ്റകരമായ എന്തെങ്കിലോ ഉണ്ടാവാതെ തന്നെ അവരെ ദ്രോഹിക്കുന്നത് വലിയ ബുഹ്താനാണ്, വ്യാജമുണ്ടാക്കലാണ്, അതുപോലെ വലിയ ഇസ്മാണ്, വലിയ കുറ്റകരമായ ശിക്ഷാർഹമായ ഒരു കാര്യമാണ് എന്നാണല്ലോ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വിശ്വാസികളെ കുറിച്ച് അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് വലിയ ബുഹ്താനായിട്ട് അവരുടെ മേൽ വലിയ വ്യാജം ആരോപിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഉള്ള കാര്യം തന്നെ പറയുന്നത് പരദൂഷണാണ്. ഒരാള് ഇഷ്ടപ്പെടാത്ത വിധത്തിൽ അയാളെ കുറിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, മറ്റുള്ളവരോട് പറയുന്നത് പരദൂഷണാണ്. ഇല്ലാത്ത കാര്യം വ്യാജമായിട്ട് പറയുമ്പോൾ അത് കള്ളം പറയൽ കൂടിയാണ് എന്നതാണ് ഇത് സംബന്ധമായിട്ട് വിശദീകരണം നൽകപ്പെട്ടിട്ടുള്ളത്. ഈ നടപടി ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹുവിന്റെ ശിക്ഷയും കോപവും ഒക്കെ ഏറ്റുവാങ്ങാൻ കാരണമാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിത്യജീവിതത്തില് സ്വലാത്ത് ചൊല്ലുക എന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ ഈ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഒക്കെ അദ്ദേഹത്തിന്റെ മേലുണ്ടാവട്ടെ എന്ന് നിരന്തരമായിട്ട് ആശംസിക്കുക എന്നത്, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുമ്പോൾ നിരന്തരമായിട്ട് അങ്ങനെ ഈ സ്വലാത്ത് ചൊല്ലുക എന്നത് ഒരു ശീലമാക്കാൻ, അങ്ങനെ ശീലമില്ലാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ ഗുണകരമായ ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.